ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും പോലെ ഫുഡ് ബ്ലോഗിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേസ് ഒന്നല്ല. ഇന്നെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലൊന്നാണ് ടാറ്റു ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്ത് ടാറ്റു ചെയ്യാൻ അവിടെ എത്തി. അപ്പം പണ്ടേ എനിക്കൊരു ടീനേജ് ടൈമിലെ ടാറ്റുവിനോട് ഭയങ്കര അഡിക്ഷനായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ക്യാൻസർ വരുമോ അങ്ങനെയുള്ള പല ഡൗട്ടും കൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ ഒരു സമയത്ത് പാരൻസ് ചെയ്യാൻ വിട്ടിട്ടുമില്ല. പക്ഷേ ഇപ്പം എൻ്റെ സ്വീറ്റ് ലവ്ലി ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപാട് ഹീസ് ഓക്കെ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തു എൻ്റെ ടാറ്റു അടിക്കുകയെന്ന്. കപ്പിൾ ടാറ്റു ആദ്യം അടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്തു നെക്സ്റ്റ് ടൈമിലേക്ക്. പിന്നെ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഫൈനലി എനിക്ക് ഇഷ്ടമായത്, എനിക്ക് മണ്ഡലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഇതിൻ്റെ പെയിൻ, ഇൻറ്റൻസിറ്റി ഓഫ് പെയിൻ എത്ര ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് അത്രയും റിസ്ക് എടുത്തില്ല. അപ്പം ഞാനൊരു യുനലോം ഡിസൈനാണ്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, അതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അതാണ് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ജിതിയേട്ടൻ്റെ അടുത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് പള്ളിക്കുളം JBS കോളേജിൻ്റെ അടുത്തായിട്ട് മൈഗൾ ടാറ്റു സ്റ്റുഡിയോ എന്നാണ് ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടാറ്റുവിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ടാറ്റു അടിക്കാൻ പോകുന്നവർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത ടാറ്റുവിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പെയിനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇത്. എൻ്റെ സ്മൈലി ഫേസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അഭിനയിച്ചൊന്നല്ല, എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സൂചി കുത്തുന്നവരെ നോക്കുന്നത് പേടിയാണ്. നോക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേങ്കിൽ അടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വേണം. എനിക്ക് തോന്നിയത് ഒരു ഫോഴ്സ്ഫുൾ പൈപ്പ് നമ്മളെ കയ്യിലേക്ക് ശക്തമായിട്ട് വെള്ളം അടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടായി. അല്ലാണ്ട് എനിക്ക് പെയിനേ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് അടിച്ചില്ല. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പെയിനൊന്നും അറിയുന്നില്ല. ഒരു സ്പീഡിലൊരു തരിപ്പ് മാത്രമേ അറിയുന്നുള്ളൂ. വേറെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അവർ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാസ്ലിൻ, ഒരു ക്രീം, ഒരു സ്മെല്ലുള്ള ഒരു ക്രീം തടവിയിട്ട് ആ ഒരു ക്രീമിൻ്റെ സാഷയിലൂടെ നമുക്ക് തരും. വെള്ളം നനയ്ക്കരുത്. ഒരു 45 ഡേയ്സാണ് ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നന്നായിട്ട് കെയർ ചെയ്യണം തന്നെ പറയും. പക്ഷെ എൻ്റെ അടുക്കുന്ന പിറ്റേ ദിവസം തന്നെ ലൈസോളിൻ്റെ വെള്ളം അറിയാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ദൈവഭാഗ്യം കൊണ്ട്. പക്ഷെ നമുക്ക് ഈ അടിക്കുന്ന സമയത്തുള്ളതൊന്നല്ല പെയിന്. എന്നോട് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്, സഹിക്കാൻ പറ്റുന്നവർ മാത്രമേ അടിക്കേണ്ടതൊക്കെ. പക്ഷേ എനിക്ക് പെയിനേ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സംഭവം, എനിക്ക് പെയിനൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പിറ്റേന്ന് ഈ അടിച്ച സ്ഥലം